അവസാനം മടവൂർ ശൈഖുനായുടെ കറാമത്ത് പറയാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ? മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്ത് ഉള്ളതാണെങ്കിൽ പോലും പറയാൻ പാടില്ല. അത് കറാമത്ത് പറയണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? വരെ അനുമതി വേണം. എല്ലാ സ്ഥലത്തും ജില്ലാ ക്യാമ്പ് സംഘടിപ്പിച്ച്, പണ്ഡിത ക്യാമ്പ് എന്ന വ്യാജേന ക്യാമ്പ് സംഘടിപ്പിച്ച് പാവപ്പെട്ട ഉസ്താദുമാരെ തെറ്റിദ്ധരിപ്പിച്ച് എല്ലാ ജില്ലകളിലും ഇവർ പണ്ഡിത ക്യാമ്പ് സംഘടിപ്പിച്ചു. എന്നിട്ട് കറാമത്ത് പറയാൻ പാടില്ല. ഉള്ളതാണെങ്കിൽ പോലും മലപ്പുറത്ത് മുട്ടിപ്പടിയിലെ തങ്ങൾ സ്വന്തം സ്ഥാപനത്തിൽ വെച്ച് അദ്ദേഹം പ്രസംഗിച്ച അയാളുടെ ശബ്ദം പുറത്തു വന്നില്ലേ? കറാമത്ത് ഉള്ളതാണെങ്കിൽ പോലും അത് നമ്മൾ അതുകൊണ്ട് ഇവിടെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടേ പറയാൻ പാടുള്ളൂ, എല്ലാ കറാമത്തും പറയാൻ പാടില്ല എന്ന പ്രസ്താവന അദ്ദേഹം വരെ ഇറക്കിയില്ലേ? ഇത് ഇവരുടെ ഔദ്യോഗികമായി ഇറക്കിയതല്ലേ? ഇങ്ങനെ മടവൂർ ശൈഖുനയുടെ കറാമത്ത് പറയാൻ പാടില്ല, ഇത് സോഷ്യൽ മീഡിയയുള്ള കാലാണ്, ഇത് ട്രോളന്മാർ ട്രോളും എന്നൊക്കെ പറഞ്ഞ് ശൈഖുനയുമായി ബന്ധപ്പെട്ട ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിൽ മുഴുവനും ഇവർ കൈവച്ചില്ലേ? എവിടെയാണ് ഇവർ ശൈഖുനായ കൈവെക്കാതിരുന്നിട്ടുള്ളത്? അപ്പൊ മടവൂർ ശൈഖുനാനെ നിന്ദിക്കുക, ഇത് വഹാബികളുടെ അച്ചാരം വാങ്ങി രംഗത്ത് വന്നിരിക്കുന്ന ഒരു വേള വഹാബികളെ കടത്തിവെട്ടുന്ന ഒരു ശൈലി പേരോട് മൗലവിയിൽ പ്രകടമായിട്ടില്ലേ? ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഒരു സാധാരണ പ്രവർത്തകനാണല്ലോ. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വളരെയധികം വേദന തോന്നിപ്പോയ ഒരു വിഷയമായിരുന്നു, ഒരുപാട് ക്ലിപ്പുകൾ പ്രചരിച്ചിരുന്നു. മടവൂർ ശൈഖുനയുടെ എന്തെങ്കിലും ഒരു കറാമത്ത് ഏതെങ്കിലും ഉസ്താദുമാർ പറയുന്നതായിരിക്കാം, എന്നിട്ട് ആ പറയുന്നതിനെ ട്രോളിക്കൊണ്ടായിരിക്കാം ആ ക്ലിപ്പുകളൊക്കെ കൂടുതലും വന്നിരുന്നത്. ഇത് വളരെയധികം വേദന തോന്നിയിട്ടുണ്ട്. ചിലപ്പം ഈ കറാമത്തുകൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാവും, ചിലപ്പം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് വരെ ഇതിലുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ശരിക്ക് മടവൂർ ഷെയ്ഖിനെ പരിഹസിക്കാനും കളിയാക്കാനും അത്തരം കറാമത്ത് പറയാനുള്ളത് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെ ആ സമയത്ത് ഒരു സംഘടന, ഒരു പ്രസ്ഥാനം ഇങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് 100% ശരിയായിരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. അത് ആ സംഘടന ചെയ്ത ഒരു നല്ല നിലപാടാണ്. അതിനെ, ആ പ്രസ്ഥാനത്തിനെ, ആ സംഘടനയെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവൻ പറയുന്നത് നോക്കാം നിങ്ങൾ, അങ്ങനെ ആ പറഞ്ഞതിനെ മടവൂർ ഷെയ്ഖിനെ അധിക്ഷേപിച്ചു വരുന്ന പറഞ്ഞത്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ കാര്യങ്ങൾ വരുത്തുന്ന നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പൊ എന്തിനധികം പറയണം, കഴിഞ്ഞ ദിവസം ഞാനൊരു ഫോട്ടോ കാണാനിടയായി. മടവൂർ ഷെയ്ഖിന്റെ ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരിപ്പിക്കുന്നത്. അതിന്റെ ടൈറ്റിൽ എഴുതിയത് നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. ആ രീതിയിൽ ഒരു സലഫി പേജിലാണ് അത് വന്നിട്ടുള്ളത്, നോക്കി നിങ്ങൾ. അപ്പൊ എന്തുകൊണ്ടാണ് ആ മടവൂർ ഷെയ്ഖിനെ ആ രീതിയിൽ ഇവര് അവതരിപ്പിക്കുന്നത്? ഈ മടവൂർ ഷെയ്ഖിനെ കുറിച്ച് ഇങ്ങനെ പല വിഷയങ്ങളും ഇങ്ങനെ പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ പേരിലാണ്. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ മടവൂർ ഷെയ്ഖിനെ അധിക്ഷേപിക്കുന്ന ഒരു പോസ്റ്ററോ ഒന്നും വരിക തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഉസ്താദുമാർ പറയുന്നത് എന്ത് ചെയ്യണ്ട, കറാമത്ത് പറയണ്ട, അത് പറയേണ്ട വേദികളിൽ മാത്രം പറയുക. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്, ട്രോളന്മാരുടെ കാലമാണ്. അപ്പൊ നമ്മളുടെ ഒരു വാക്ക്, നമ്മളുടെ ഒരു പ്രവർത്തനം, നമ്മളുടെ ഒരു സംസാരം, ഇത് കാരണം മഹാന്മാരെ അധിക്ഷേപിക്കാൻ വരെ അത് കാരണമാകും. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് പറയുന്നത്. അതൊരിക്കലും ആ മഹാന്മാരോടുള്ള ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അവരോടുള്ള ഹുബ്, ഇഷ്ടം കൂടിയത് കൊണ്ടാണ് ആ പ്രസ്ഥാനവും ആ ആളുകളൊന്നും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് അതിന്റെ വിഷയം. കാരണം ഇവന്മാർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ നിൽക്കണം. അവിടെയാണ് അവരുടെ പല നിലനിൽപ്പും കിടക്കുന്നത്. അതുകൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇനി ഞാൻ നിങ്ങളെ മറ്റൊരു ക്ലിപ്പ് കേൾപ്പിക്കാം. ഇവന്റെ ഷെയ്ഖുണ്ടല്ലോ, കോമാടൻ അബ്ദുള്ള, ആ ഗ്ലോബൽ വില്ലേജിലൊക്കെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ മദാമകളൊക്കെ ഇങ്ങനെ കറങ്ങിയില്ലേ, ആ ചെങ്ങായിന്റെ അദ്ദേഹം നിർദ്ദേശം കൊടുക്കാൻ ഇവർക്ക്, ഇവരുടെ സാവിയത്ത് സൂഫിയയിലെ പിന്നെ ഒരു പരിപാടിയിൽ ഇവർക്ക് നിർദ്ദേശം കൊടുക്കാനാണ് ഇയാൾക്ക്. അപ്പൊ അന്നൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പലപ്പോഴും ഇറങ്ങുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് മടവൂർ ഷെയ്ഖിനെ കുറിച്ച് ഏതൊരാളൊരു പാട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാണ്, അങ്ങനത്തെ പാട്ടൊക്കെ പാടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം കൊടുക്കുന്ന നിർദ്ദേശം നോക്കാൻ നിങ്ങൾ. ഒരു പാട്ട് ഒരാളെ എഴുതി, അയാൾ ആരും ആട്ടെ, അത് പല സ്ഥാപനത്തിലും ബന്ധപ്പെട്ടതിലൊക്കെ ഉള്ളവര് നമ്മളെ കാക്കണം, നമ്മളെ ശൈഖ് എന്നുള്ള പാട്ടൊന്നും അല്ല, അതിനെക്കാട്ടിലൊക്കെ ഡിഗ്രി കൂടിയ പാട്ടാ. അങ്ങനത്തെ പാട്ടൊക്കെ പാടണവർ ശ്രദ്ധിക്കണം. ഓരോ പാട്ടും പാടണതിന് അതിനൊക്കെ അതിൻ്റെ ഒരു കണക്കുണ്ട്. ഖാസായി പ്രത്യേകമായുള്ള ആളുകൾ ഒരുമിച്ച് കൂടേണ്ടടുത്ത് പാടുന്ന പാട്ടൊക്കെ പൊതുവായിട്ട് എല്ലാവരും കേൾക്കുന്നിടത്ത് പോയി പാടരുത്. ഓരോ പാട്ടും ഓരോ പറച്ചിലിനൊക്കെ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ശൈഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരും ഇടയിൽ വിളിച്ച് പറയേണ്ടതല്ല. അതെല്ലാം അതിനനുസരിച്ചിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ ഖാസായിട്ടുള്ള ഇടത്തിൽ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ഇതുപോലെ ചില പാട്ടൊക്കെ. അപ്പോ ശൈഖുനയുടെ വലിയ വലിയ ലോകമുണ്ട്. അതൊക്കെ എല്ലായിടത്തും എപ്പോഴും പറയാൻ പറ്റുന്നതല്ല. കേട്ടില്ല, അയാൾ പറയുന്നത് വളരെ വ്യക്തമാണ് ഇവിടെ, അല്ലെ? അതുപോലെ തന്നെ പാട്ടുകളുണ്ട്, അത്തരം വേദികളിലെ പറയാൻ പറ്റുള്ളൂ എന്നുള്ളത് ഈ കുഞ്ഞാമീന്റെ തന്നെ പിന്നെ മെയിൻ നേതാവായിരിക്കുന്ന കോമാട്ട് ചാലിയിൽ അബ്ദുള്ള തന്നെയാണ് അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. ഈ നിർദ്ദേശം അവർക്ക് കൊടുത്ത ഉടനെ തന്നെ ഈ വീഡിയോ പുറത്തു വന്നപ്പോഴേ ഇവന്മാർ ചെയ്തൊരു വിഷയമുണ്ട്. ഉടനെ തന്നെ അവരുടെ യൂട്യൂബിൽ നിന്ന് ആ പരിപാടി തന്നെ പിൻവലിച്ചു എന്നുള്ളതാണ്. പിൻവലിക്കാൻ കാരണം എന്താ വെച്ചാൽ പിന്നെ ഈ രീതിയിൽ പ്രസംഗിച്ചെടുക്കാൻ കഴിയില്ല. മടവൂർ ഷെയ്ഖുനയുടെ കറാമത്ത് പറയാൻ പാടില്ല എന്ന്
പിന്നെ AP പറഞ്ഞു, അല്ലെങ്കിൽ പേരോട് പറഞ്ഞു, പിന്നെ പൊന്മള പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച് നടക്കണ്ടേ? അത് പിന്നെ കഴിയില്ല. കാരണം കോമായിട്ട് ചാലി ശബ്ദത്തെയും പറഞ്ഞിട്ടുണ്ട് തന്നെ. അതാണ് ഇപ്പൊ നമ്മളോട് കേട്ടത്. ഇതാണ് ഇവരുടെ അവസ്ഥ.